പറഞ്ഞത് കേട്ടില്ലേടി? മോളെ മോളെ അവളൊന്ന് പോട്ടെ, അല്ലെങ്കിൽ നവീൻ ഉണർന്നാലോ? നവീൻ ഉണർന്നാലേ എനിക്കൊരു കുഴപ്പമില്ല. ഇവളുടെ കഴുത്തില് നവീൻ കെട്ടിയ താലി എനിക്ക് കിടക്കുന്നത് ഞാൻ സഹിക്കില്ല. മമ്മി അവളെ പോയി വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പോയി വിളിക്കാം. എനിക്ക് ആപ്പിൾ കട്ട് ചെയ്യണം. പോയി കത്തി എടുത്തോണ്ട് വാ. അതിന് ആപ്പിൾ എവിടെ? ഞാൻ മരം നട്ടുണ്ടാക്കും. നിങ്ങളോട് കത്തി എടുത്തോണ്ട് വരാൻ പറഞ്ഞ കത്തി എടുത്തോണ്ട് വന്നാ മതി. മാഡം പോയി എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ? എടി, ആ താലി ഇങ്ങോട്ടടിക്കേ. നവീൻ നിന്റെ കഴുത്തിൽ കെട്ടിയ ആ താലി ഇങ്ങോട്ട് അഴിക്കാനാ പറഞ്ഞത്. പറഞ്ഞത് കേട്ടില്ലേടി? മോളെ മോളെ അവളൊന്ന് പോട്ടെ, അല്ലെങ്കിൽ നവീൻ ഉണർന്നാലോ? നവീൻ ഉണർന്നാലേ എനിക്കൊരു കുഴപ്പമില്ല. ഇവളുടെ കഴുത്തില് നവീൻ കെട്ടിയ താലി എനിക്ക് കിടക്കുന്നത് ഞാൻ സഹിക്കില്ല. ഇതേ എനിക്ക് അവകാശപ്പെട്ടതാ. അഴിക്കടി. അഴിക്കാനല്ലേടി നിന്നോട് പറഞ്ഞേ? അഴിക്കടി ഇങ്ങോട്ട്. അയ്യോ കഥ മോളെ എന്താ ചെയ്യുന്നേ? വീടിനോട് അഴിക്കാനല്ലേ ഞാൻ പറഞ്ഞു? അഴിക്കടി അത്. ഒന്ന് പറഞ്ഞു തരാം മേഡം. നിങ്ങൾ പറയുന്നൊന്ന് കേക്ക്. പറയുന്നൊന്ന് കേക്ക്. നിന്നോട് ഈ താലി അഴിച്ചു തരാനാ പറഞ്ഞ. കഥ ഇങ്ങോട്ട് തരാൻ. കഥ വീട് വീട് കഥ. നവീൻ ഗാഥ മേഡം, നവീൻ വരുന്നുണ്ടെന്ന് തോളെ. എന്തൊരു കഥ? എന്താ മേഡം? നവീൻ ഉണർന്നായിരുന്നല്ലേ? എന്താ കാര്യം പറ. അത് വേറൊന്നുമല്ല, നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് ഇവള് എന്നെ വന്ന് വിളിച്ചേ. വെളുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവള് സമ്മതിക്കണ്ടേ? അതിന്റെ ഒരു തർക്കമായിരുന്നു, വെറുതെ ചുമ്മാ. ഓ, ഞാൻ പേടിച്ചു പോയി.
ഒന്ന് നോക്കിയതായിരുന്നു. നവീൻ മുറിയിലേക്ക് പൊക്കോളൂ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. നേരം വിളക്കാൻ ഇനിയും സമയമുണ്ട്. അമ്മയുടെയും മോളുടെയും കുട്ടികൾ കഴിഞ്ഞാൽ വന്ന് കിടന്നേക്കണം. വീണ്ടും ഒരിക്കൽ കൂടി നവീനോടൊപ്പം കളരിക്കിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. നിന്റെ ജീവിതത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ എനിക്കിനി കഷ്ടപ്പെടാൻ പറ്റില്ല മോളെ. നൂൽപ്പാലത്തിൽ കൂടിയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ അല്ല. കളരിക്കല് നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞവരുണ്ട്. നവീന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് അവരാഗ്രഹിക്കുന്നത് നീയല്ല, കൃഷ്ണയാണ്. കേൾക്കുമ്പോഴേ നിനക്ക് ദേഷ്യം വന്നാൽ മാത്രം പോരാ, ഞാനത് തുറന്നു പറഞ്ഞേ പറ്റൂ. ഒരു കാര്യം മോള് മനസ്സിലാക്കണം. അഹങ്കാരം കാണിച്ച് ഇനി ഒരിക്കൽ കൂടി ആ കളരിക്കൽ നിന്ന് ഇറങ്ങി വന്നാ പിന്നെ നിനക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോക്കില്ല കുട്ടി. മമ്മി, ഗാഥാ മാഡം, അവർക്ക് ആവശ്യം കൃഷ്ണയാണെങ്കിൽ അതിനർത്ഥം അവളുടെ ശാന്തമായ സ്വഭാവം അവർക്ക് വേണ്ടതെന്നോ? അത് ഗാഥാ മാഡത്തിന് പറ്റിയാൽ മതി. എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണം, ഒരാളോടും വെറുപ്പ് സമ്പാദിക്കരുത്. എല്ലാം നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഇപ്പൊ നവീന്റെ കൂടെ നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു വേഷം കെട്ടിൽ കൂടെ വേണ്ട. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല മമ്മി. ഞാൻ കാരണം മമ്മി സങ്കടപ്പെടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, ഉറപ്പാ. നീയും നവീനും മനസമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എനിക്ക് എന്റെ മാറ്റിവെച്ച ജീവിതത്തിലേക്കൊന്ന് കടക്കാനായിട്ട്. എത്ര നാളായി മോളെ ഒന്ന് ഓഫീസിലേക്ക് പോലും ഞാനൊന്ന് ചെന്നിട്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ? അതിനെന്താ, മമ്മിയുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഇടയ്ക്ക് വിളിച്ച് ഞാൻ ഹാപ്പി ആണോന്ന് മാത്രം ചോദിച്ചാൽ മതി, ഞാൻ ഹാപ്പി ആയിരിക്കും. എന്തായത് മമ്മിയോട് യാത്ര വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കുറേ നേരമായല്ലോ. അത് നവീൻ അറിയില്ലേ? എത്ര വർഷം കഴിഞ്ഞാലും മക്കള് വന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് അമ്മമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും.